ലോകത്തിന്റെ മറ്റൊരു ഭാഗത്തിരുന്നു കൊണ്ട് ജന്മനാടിനെയും അതിന്റെ സംസ്കാരത്തെയും ഓർക്കുകയും അതിനെ ജാഗ്രതയോടെ പിന്തുടരുകയും ഒരുപക്ഷെ സംരക്ഷിക്കുകയും ചെയ്യുന്ന അലയുടെ കുടുംബാംഗങ്ങൾക്ക് എന്റെ നമസ്കാരം. ടി വാസുദേവനെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചും വളരെ വൈകാരികമായ ഒരുപക്ഷെ വേദന ഉണർത്തുന്ന ഒന്നാണ്. ടിയെ പോലെ ഒരാളെ അതിന്റെ സമഗ്രതയിൽ ഒരുപക്ഷെ ബുദ്ധി കൊണ്ട് അടയാളപ്പെടുത്തേണ്ട സമയമല്ല ഇതെന്ന് എനിക്കറിയാം. മനസ്സുകൊണ്ട് മാത്രമേ ടിയെ പറ്റി ചിന്തിക്കാനുള്ള സമയമായിട്ടുള്ളൂ എന്ന് എനിക്ക് മാത്രമല്ല, മലയാളിയായ ഏതൊരു മനുഷ്യൻ, ലോകത്തിന്റെ ഏത് കോണിലുള്ള മലയാളിക്കും ടി ഇപ്പോഴും ഒരു വൈകാരിക അനുഭവമായി തന്നെ നിലനിൽക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളുമായി മനസ്സിങ്ങനെ മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു തീവ്രമായ, ഒരുപക്ഷെ ആധികാരികമായ ഒരു അനുഭവമായി തന്നെ നിലനിൽക്കുകയാണ്. ജീവിതത്തെ നേരിടുമ്പോൾ, ജീവിതത്തിന്റെ സന്ദർഭങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ മനസ്സിലേക്ക് വളരെ കരുതലോടെ വരുന്ന ഒരു അനുഭവമാണ് പരിചിതരായ വ്യക്തികൾക്കൊക്കെ ടി എന്നത്. ആ ഓർമ്മകൾക്ക് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തെ ഏതെല്ലാമോ രീതിയിൽ സ്വാധീനിക്കാൻ പോലും സാധിക്കും എന്നെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. നമുക്കൊക്കെ അറിയാം, ജീവിതത്തെ പറ്റി പഠിക്കാൻ നമ്മുടെ മുന്നിൽ അടിസ്ഥാനമായ പാഠപുസ്തകങ്ങളൊന്നുമില്ല. നിശ്ചിതമായ രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകണമെന്ന് വ്യക്തമാക്കി തരുന്ന പാഠപുസ്തകങ്ങൾ നമ്മുടെ മുന്നിലില്ല. അത് സാധ്യവുമല്ല. പക്ഷെ ചില മനുഷ്യര് അവരുടെ ജീവിതം കൊണ്ട് ഒരു പാഠപുസ്തകങ്ങളെ പോലെ ഇങ്ങനെ മുന്നിൽ നിൽക്കും. അവരെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി. അത്തരമൊരു വലിയ ജീവിതത്തിന്റെ പേരാണ് ടി എന്നത്. ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് പറയാനുള്ളത് തീർത്തും വ്യക്തിപരമായ ചില ഓർമ്മകളും അതിലൂടെയുള്ള ചില തിരിച്ചറിവുകളും ആണ് എന്നുള്ളതാണ്. ഇതിനെ മറ്റു രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. ഇതെന്റെ പരിമിതിയായി നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ആദ്യത്തെ ടി അനുഭവം എന്ന് പറയുന്നത് നിങ്ങളെയൊക്കെ പോലെ, ഒരുപക്ഷെ ഏതൊരു മലയാളിയും പോലെ, ചെറുപ്പകാലത്ത് ടിയെ കാണുക, ടിയെ വായിച്ചു കഴിഞ്ഞാൽ ടി എങ്ങനെയെങ്കിലും കാണുക, അദ്ദേഹവുമായി ഏതെങ്കിലും സമ്പർക്കത്തിലാവുക എന്ന ഒരു ആഗ്രഹമൊക്കെ നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്നോ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ചില അവസാനത്തെ പുസ്തക പ്രപഞ്ചം എന്ന ഒരു പങ്ക്തിയിൽ ചില പുസ്തകങ്ങളെ കുറിച്ച് എല്ലാ ആഴ്ചയിലും ഒരു റിവ്യൂ പോലെ വരും. അങ്ങനെ ഒരു റിവ്യൂ 2-3 ലക്കങ്ങളിലായി കണ്ടപ്പോൾ അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് ചേരാത്ത ചില പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗൗരവമുള്ള പുസ്തകങ്ങളായിരുന്നില്ല അത് എഴുതിയിരുന്ന ആള് പരാമർശിച്ചിരുന്നത്. സാധാരണയായിട്ടുള്ള പൾപ്പ് ഫിക്ഷൻ പോലുള്ള ത്രില്ലറുകളെ കുറിച്ചുള്ള റിവ്യൂകൾ വരികയുണ്ടായി. ഞാൻ അന്ന് ടിയെ പരിചയമുണ്ടായിരുന്ന ഒരാളെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ടിയോട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറയണം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് ചേർന്ന രീതിയിലുള്ള പുസ്തകങ്ങളല്ല ആ പങ്ക്തിയിൽ അത് കൈകാര്യം ചെയ്യുന്ന ആൾ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞു എന്നല്ലാതെ ഏതെങ്കിലും അർത്ഥത്തിൽ അത് ടിയിലേക്ക് എത്തുമെന്നോ ടി അതിനോട് റെസ്പോണ്ട് ചെയ്യുമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോ എനിക്ക് മാതൃഭൂമി ആഴ്ചപ്പതിൽ നിന്ന് ഒരു കത്ത് വരികയാണ്. അന്ന് മാതൃഭൂമിയുടെ സഹപത്രാധിപരായിരുന്ന സഹദേവൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന സഹദേവന്റെ ഒരു കത്താണ്. പ്രിയ സുധീർ, മാതൃഭൂമിയിലെ പുസ്തക പ്രപഞ്ചം എന്ന പങ്ക്തിയിലേക്ക് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതുവാൻ താങ്കളെ ക്ഷണിക്കുന്നു. ടി ആണ് താങ്കളുടെ പേര് നിർദ്ദേശിച്ചത് എന്നാണ് അതിലെ വാചകം. ഇപ്പോഴത് പറയുമ്പോൾ എന്നെ അക്ഷരാർത്ഥത്തിൽ എന്റെ വിസ്മയം മാറിയിട്ടില്ല. കാരണം എന്റെ ഉദ്ദേശം അതൊന്നും ആയിരുന്നില്ല. എഴുതുക എന്ന് പറയുന്ന ഒരു ആലോചന പോലും ഉണ്ടായിരുന്നില്ലാത്തൊരു കാലത്ത് എന്റെ ഒരു പരാതി, ഒരു വായനക്കാരൻ നിലയിലുള്ള ഒരു പരാതി ആരോ വഴി ടിയിലേക്ക് എത്തിക്കാൻ മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. അത് സംഭവിക്കുമെന്ന് കരുതിയതുമല്ല. അത് അദ്ദേഹത്തിൽ എത്തിയെന്ന് മാത്രമല്ല, 3 ആഴ്ചക്കകം അത് തിരുത്താനുള്ള നടപടികൾ അദ്ദേഹം എടുക്കുകയും ചെയ്തു എന്നുള്ള ഇത് ടി എന്ന പത്രാധിപരുടെ ഒരു ജാഗ്രതയെ കുറിക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് ഞാനിത് പറയുന്നത്. അന്ന് ഞാൻ അത് എഴുതുകയും ടി എനിക്ക് അറിയില്ല, അപ്പോഴും 1.5 കൊല്ലം ആ പങ്ക്തി ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ടി മാതൃഭൂമി വിടുന്നു, അങ്ങനെ ആ പങ്ക്തി നിലച്ചു പോവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷമാണ്
MTയുടെ ആദ്യത്തെ ഒരു പാരസ്പര്യം എന്ന് പറയുന്നത് ടെലിഫോൺ കോളിലൂടെ എന്നിലേക്ക് എത്തുന്നത്. അത് അദ്ദേഹം ഒരു പുസ്തകം അന്വേഷിച്ചു. ഞാൻ അന്ന് അക്കാലത്തും ഇക്കാലത്തും ഒക്കെ പുസ്തകങ്ങളുടെ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് പുസ്തകം അന്വേഷിച്ചു. പ്രൊഫസർ M കൃഷ്ണൻ നായർ സാഹിത്യ പാരബലത്തിൽ എഴുതിയ ഒരു പുസ്തകം അന്വേഷിച്ച് FT വാസുദേവൻ നായരെ വിളിക്കുക. ആ പുസ്തകം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ ബന്ധവും അവസാനിക്കും. MT കാണണം എന്നുള്ള ആഗ്രഹം കൂടുതലായി വരികയും തിരുവനന്തപുരത്ത് 3-4 കൊല്ലങ്ങൾക്ക് ശേഷം വള്ളത്തോൾ പുരസ്കാരം വാങ്ങാൻ അദ്ദേഹം വന്നപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ എങ്ങനെയെങ്കിലും MT ഒന്ന് കാണണം, നേരിൽ കാണണം എന്ന ആഗ്രഹത്തോടു യുവാവായ ഞാനിങ്ങനെ നിൽക്കുകയാണ്. MT പോകാൻ സാധ്യതയുള്ള വഴിയുടെ അടുത്ത് ഇങ്ങനെ കാത്തു നിൽക്കും. അപ്പോ അതിനടുത്തൂടെ ആ വലിയ ആൾക്കൂട്ടത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ ഞാൻ അടുത്ത് ചെന്നിട്ട് വളരെ പ്രയാസപ്പെട്ട് പറഞ്ഞു, ഞാൻ സുധീറാണ്. അപ്പൊ എന്റെ കൈ അറിയാതെ പിടിച്ചിട്ട് പറഞ്ഞു, അറിയാം, ശ്രദ്ധിക്കാറുണ്ട്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട MTN ടച്ച്. ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുന്നത് വെറും വാക്ക്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചത് മാത്രമേ ശ്രദ്ധിക്കാറുണ്ടെന്ന് പറയാറുള്ളൂ. ഇത് പിന്നീട് എനിക്ക് മനസ്സിലായ കാര്യം. അന്ന് ഞാൻ അത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. കാരണം എത്രയോ മനുഷ്യരെ കാണുന്നു, എത്രയോ എഴുത്തുകാരെ പരിപാലിക്കുന്നു. അവരോടൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ അവരടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അതെന്ന് പിൽക്കാല അനുഭവങ്ങൾ എന്നെ തെളിയിച്ചു. MT നേരിട്ട് അദ്ദേഹവുമായ ഒരു സംഭാഷണം അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നത് മറ്റൊരു ആവശ്യത്തിനായിരുന്നു. ഒരു പുസ്തക പ്രകാശനത്തിന്റെ കാര്യമായിട്ട് അന്ന് കലാകൗമുദിയിലും മലയാളം വാരികയിലൊക്കെ പത്രാധിപരുന്ന S ജയചന്ദ്രൻ നായർ ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുകയും അത് MT പ്രകാശനം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ജയചന്ദ്രൻ നായർ പറഞ്ഞത് അനുസരിച്ച് MTയുടെ കൊട്ടാരം റോഡിലെ കോഴിക്കോട്ടെ സിത്താരയിൽ ഞാൻ എത്തുകയും വളരെ ഭയപ്പാടോടുകൂടിയാണ് അവിടെ പോകുന്നത്. ആളുകളെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് MT വളരെ ഗൗരവക്കാരനാണ്. അപ്പോ വീട്ടിലെത്തുമ്പോൾ അവിടെ ആരുമില്ല, ശൂന്യമായ വീടാണ്, വാതിൽ തുറന്നു കിടക്കുന്നു. അതൊരു പ്രത്യേകതയാണ്. MTയുടെ സിത്താരയുടെ വീട് ഈ ഇത്രയും വർഷത്തിൽ എപ്പോഴെങ്കിലും പകൽ സമയത്ത് ആ വീടിന്റെ വാതിലടച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മസ്കിറ്റോ നെറ്റുള്ള ഒരു ഡോർ ഉണ്ടാവും, അത് മാത്രം അടഞ്ഞു കിടക്കും. ഡോർ എപ്പോഴും തുറന്നു. കടന്ന ഉടനെയുള്ള വലതുവശത്തുള്ള ആ സോഫയുടെ കൂട്ടത്തിൽ അലസമായ മുണ്ടും അലസമായ ലുങ്കിയും ഷർട്ടും ഇട്ട് ബീഡി വലിച്ച് MT വാസുദേവൻ നായർ ഉണ്ടാവും. എത്രയോ തവണ കണ്ടിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ കാഴ്ചയാണ്. ഞാൻ അവിടെ ചെന്നു ഇരുന്നു. ആരാണെന്ന് ചോദിച്ചു, പറഞ്ഞു. സൈഡിൽ ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം നോക്കാതെ ബീഡി വലിച്ചു കൊണ്ടിരിക്കുക. ഇത് ഞാൻ പറയുന്നത് ഇതൊരു ചിത്രമാണ്. കൃത്യമായും MTയെ ഓർമ്മിക്കാവുന്ന ഒരു ചിത്രമാണ്. എത്രയോ മനുഷ്യർ MTയുമായിട്ട് ബന്ധപ്പെടാൻ വീട്ടിൽ പോയിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്രം. ഇപ്പൊ ജയേന്ദ്രൻ നായർ എന്നോട് പറഞ്ഞിരുന്നു, ഒരു 5-10 മിനിറ്റ് എടുക്കും എന്തെങ്കിലും പറയാൻ, ആ കടമ്പ കടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നാണ് എനിക്ക് നൽകിയിരുന്ന ഉപദേശം. പറഞ്ഞതുപോലെ തന്നെ കുറെ നിമിഷങ്ങൾ എടുത്തതിന് ശേഷം എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം, ജയേന്ദ്രൻ നായരുടെ പുസ്തകമാണ്, അതിന്റെ പ്രകാശനത്തിന് വിളിക്കാനാണ് ഞാൻ. അപ്പോ മറ്റാരൊക്കെയാണ്? ഞാൻ പറഞ്ഞു MV വീരേന്ദ്രകുമാറാണ് മറ്റൊരാൾ. അപ്പോ പാസ്വേഡിന്റെ ഡേറ്റ് കിട്ടിയാൽ എനിക്ക് പറയാം. അപ്പൊ എന്നോട് പറഞ്ഞു, വേണ്ട, വീരേന്ദ്രകുമാറിന്റെ ഡേറ്റ് നോക്കുള്ളൂ, അദ്ദേഹം തിരക്കുള്ള ആളാണ്, ആ ഡേറ്റ് എന്നെ അറിയിച്ചാൽ മതി, എനിക്കിപ്പോ അത്ര തിരക്കില്ലല്ലോ. ഇത് മറ്റൊരു കരുതൽ. ഒരുപക്ഷെ നമ്മുടെ എഴുത്തുകാരെല്ലാം പഠിക്കേണ്ട ഒരു കാര്യം, കൂടെയുള്ളവരാരാണെന്നും അവരിൽ ആരാണ് തിരക്കുള്ളയാളെന്നും അയാളുടെ സമയത്തിനനുസരിച്ച് തന്റെ സമയം വയ്ക്കാമെന്നും ആദ്യമായിട്ട് കാണുന്ന എനിക്ക് പറഞ്ഞു തരിക. ഞാൻ വിശദീകരിക്കുന്നില്ല. വീരേന്ദ്രകുമാറിന്റെ ഡേറ്റ് കിട്ടുകയും ആ ഡേറ്റിൽ തന്നെ MT വാസുദേവൻ നായർക്ക് സമ്മതം പറയുകയും ആ ചടങ്ങിലേക്കും അദ്ദേഹം വന്നു. ഈ ചടങ്ങിലേക്ക് വന്ന ഒരു സമയത്തെ കൂടി എനിക്ക് ഓർമ്മിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം ചടങ്ങിലേക്ക് വന്നപ്പോ ആ വേദിയുടെ അടുത്ത് സമയം അടുപ്പിച്ചാണ് അദ്ദേഹം വന്നത്. വളരെ സുന്ദരനായി, ഈ വീട്ടിൽ കാണുന്ന ആളൊന്നുമല്ല, നല്ല മുണ്ടൊക്കെ ഉടുത്ത് ഷർട്ടൊക്കെ ഇട്ട്. അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ഷർട്ടും മുണ്ടും ഒക്കെ കൃത്യമായിട്ട് ഉടുക്കുക എന്ന് പറയും. വളരെ അലസമായി ഇങ്ങനെ ഇരിക്കാനാണ് അദ്ദേഹത്തിന്. അപ്പൊ അങ്ങനെ വന്നു. അപ്പോ അന്ന് ആർട്ടിസ്റ്റ് നമ്പൂതിരി ഉണ്ടായിരുന്നു. അപ്പൊ നമ്പൂതിരിയും വീരേന്ദ്രകുമാറുമായിട്ട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അതത്ര താല്പര്യം തോന്നില്ല. അപ്പോ ഡ്രൈവർ പറഞ്ഞു, അത് വേണ്ട, നമുക്ക് നേരെ സ്റ്റേജിലേക്ക് കയറിയാൽ മതി, അതാണ് പാസ്വേഡിന് ഇഷ്ടം. അതിന്റെ കാരണം പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MT ഒരു പ്രസംഗം ചെയ്യാമെന്ന് ഏറ്റുകഴിഞ്ഞാൽ അന്ന് രാവിലെ മുതൽ ആ പ്രസംഗം മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടുത്തി. അതിനിടയിൽ മറ്റു ആളുകളുമായി സംസാരിക്കുകയോ ശ്രദ്ധ മാറുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, MT വാസുദേവൻ നായരുടെ പ്രസംഗം എന്ന് പറയുന്നത് അതുപോലെ അച്ചടിക്കാവുന്ന ഒരു ലേഖനമായി അച്ചടിക്കാവുന്ന കൃത്യതയുള്ളത്.
ഈ കൃത്യത എങ്ങനെ വന്നു വരുത്തുന്നു എന്നത് പറയാനാണ് ഞാൻ ഈ സംഭവം പറയുന്നത്. വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് എന്താണോ പറയേണ്ടത് അത് വാക്കുകളും അതിന്റെ സ്വരചേർച്ചയും ഒക്കെ മനസ്സിൽ കരുതിക്കൊണ്ടാണ് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നത്. എത്ര ചെറിയ ഒരു സന്ദർഭത്തിലുള്ള പ്രസംഗമായാൽ പോലും ഈ കരുതലോടെ അത് പ്രസംഗിക്കാൻ വരും. അതുകൊണ്ടാണ് ആ പ്രസംഗം ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താതെ തന്നെ ഏതെങ്കിലും ഒരു വാരികയ്ക്ക് ഒരു ലേഖനം എന്ന രീതിയിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയും. ഇത് MTയുടെ മറ്റൊരു സ്വഭാവമാണ്. അടിസ്ഥാനപരമായി ഞാൻ എന്റെ ഓർമ്മകളിലൂടെ ഓരോ സംഗതികൾ പറയുമ്പോൾ MTയുടെ സ്വഭാവത്തെ വിലയിരുത്താനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതികളെ തിരിച്ചറിയാനുള്ള ഒരു വഴി എന്ന രീതിയിലാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അങ്ങനെ അത് അവസാനിക്കുന്നു. പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു, ഞങ്ങൾ തമ്മിൽ പിന്നീടും ബന്ധങ്ങൾ. യാദൃശ്ചികമായി ഒരു ദിവസം വേറൊരു ദിവസം അവിടെ പോയപ്പോൾ വളരെ വിശാലമായിട്ട് സാഹിത്യത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ വായനയെ കുറിച്ച് ഞാൻ ആ ഇടയ്ക്ക് ഞാൻ പോകുമ്പോഴൊക്കെ ഏതെങ്കിലും ഒരു പുതിയ പുസ്തകം അദ്ദേഹത്തിനായി കരുതുമായി. പുതിയ സാഹിത്യത്തിലെ വിദേശത്തുള്ള ഏതെങ്കിലും എഴുത്തുകാരൻ്റെ എന്റെ വായനയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരെണ്ണം അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന പതിവ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളിങ്ങനെ വലിയ സാഹിത്യത്തെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇറങ്ങാറാവുമ്പോ അദ്ദേഹം പറഞ്ഞു, പാരീസ് റിവ്യൂ ഇന്റർവ്യൂ കുറച്ചായി കാണുന്നില്ല, തനിക്ക് കിട്ടാറുണ്ടോ? പാരീസ് റിവ്യൂ എന്ന് പറയുന്ന അമേരിക്കയിൽ വളരെ പ്രസിദ്ധമായ ഒരു ലിറ്റററി മാഗസിൻ ആണ്. അതിനകത്ത് എഴുത്തുകാരുമായിട്ട് കലാകാരന്മാരുമായിട്ട് വരുന്ന ദീർഘമായ അഭിമുഖങ്ങളാണ് പാരീസ് റിവ്യൂ ഇന്റർവ്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയായി. വളരെ കാലമായിട്ട് ഇപ്പം ഹെമിംഗ്വേയും ഫോക്നറും മാർക്കേസും എല്ലാ ലോകത്തിന്റെ മുന്നിലെത്തിയ എല്ലാ എഴുത്തുകാരുമായിട്ടുള്ള അവരുടെ എഴുത്തിനെ പൂർണ്ണമായും അവതരിപ്പിക്കുന്ന അഭിമുഖങ്ങൾ നടക്കും. ഈ അഭിമുഖങ്ങൾ 1960 തന്നെ അത് പുസ്തകമായിട്ടും അല്ലാതെയും കിട്ടുമായിരുന്നു. അതൊക്കെ MT വായിച്ചിട്ടുണ്ടെന്നും അടുത്ത കാലത്തായി കിട്ടുന്നില്ല എന്നുമാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ചിലതൊക്കെ കിട്ടാറുണ്ട്, ഞാൻ പാരീസ് റിവ്യൂ ഇടയ്ക്കൊക്കെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ പാരീസ് റിവ്യൂ ഇന്റർവ്യൂയിലേക്ക് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതിന്റെ ചില ഗുണങ്ങളെക്കുറിച്ചും അതിൽ നിന്നാണ് ചില എഴുത്തുകാരുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, വാസുട്ട് നമുക്ക് അങ്ങനെ ഒരു അഭിമുഖം ചെയ്താലും? വെറുതെ ചോദിച്ചതാണ്. പക്ഷെ MTയുടെ മുന്നിൽ വെറുതെ എന്നൊന്നില്ല. അതിന് ഉത്തരം അനുകൂലമായാലും പ്രതികൂലമായാലും അത് ബോധപൂർവം പറയും. നമുക്ക് ആലോചിക്കാം എന്ന് പറയും. ഞാൻ മറ്റൊരു വിസ്മയമാണ് എന്നെ സത്യത്തിൽ അതൊരു ഏത് രീതിയിലാണ് അതിനെ ഉൾക്കൊണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ഭയപ്പാടോടുകൂടി നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം എന്ന് പറയില്ല, അതുപോലെയൊക്കെ തോന്നും. കാരണം എന്താണ് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ അത് സാധിക്കുമില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ചോദിച്ചത്. അപ്പൊ അതാവാം എന്ന് പറഞ്ഞു വളരെ അത്ഭുതത്തോടു കൂടി പറയുകയും ഞാൻ തിരിച്ചു പോയത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ ഓഫീസിലാണ്. അപ്പൊ അവിടുത്തെ പത്രാധിപരായിരുന്ന കമൽറാം സജീവോട് ഞാൻ പറഞ്ഞു, MTയെ കണ്ടിരുന്നു, അദ്ദേഹം ഇങ്ങനെ അഭിമുഖം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാഷ്വലായിട്ട് എന്റെ ആനന്ദം പങ്കുവെച്ചതാണ്. ഞാനെന്തോ വലിയ ആളായാലോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവുമല്ലോ, MT വാസുദേവൻ നായർ അഭിമുഖം ചെയ്യാൻ സമ്മതിക്കും. അപ്പൊ കമൽറാം അതിനെ ഏറ്റുപിടിക്കും, പറഞ്ഞു ഈ വർഷത്തെ ഓണപ്പതിപ്പിൽ അത് കവർ സ്റ്റോറി ആകും, ഉടൻ തന്നെ ചെയ്യണം എന്ന് പറയുകയും. അതും ആഹ്ലാദമുള്ള കാര്യമാണ്. പക്ഷെ ഒന്നും ആലോചിച്ചിട്ടില്ല, വെറും സമ്മതം മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ച് വന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ഞാൻ അദ്ദേഹത്തെ ഒന്നുകൂടി വിളിച്ചു. ഇങ്ങനൊരു പ്രതിസന്ധിയിലായിട്ടുണ്ട്, ഞാനത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിനോട് പറഞ്ഞു പോയി, അവരിങ്ങനെ ഓണപ്പതിപ്പാക്കണം എന്ന് പറയുന്നു, അതുകൊണ്ട് എപ്പോഴെങ്കിലും പെട്ടെന്നൊന്ന് ആയാൽ കൊള്ളാമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു 2 മിനിറ്റ് ആലോചിച്ചിട്ട് എന്നോട് ഒരു ദിവസം പറയുകയും ഞാൻ അവിടെ പോയി ആ ദിവസം അവിടെ ചെല്ലുകയും ചെയ്യാം. അപ്പോഴും ഒരു ഞെട്ടലാണ്. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിൽ 9 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. 9 മണിക്ക് എത്തുമ്പോഴേക്കും കാറൊക്കെ വന്നിട്ടുണ്ട്, അദ്ദേഹം എവിടെയും പോകാൻ തയ്യാറായി. ഞാൻ വിചാരിച്ചു ഇത് മറന്നുപോയി, എന്താണ് ഞാൻ പ്രതിസന്ധിയിലാവുമല്ലോ എന്നുള്ളൊരു ധാരണയിലായിരുന്നു എനിക്ക്. പക്ഷേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അദ്ദേഹം എനിക്ക് വേണ്ടി തന്നെ കാത്തിരുന്നതായിരുന്നു. 9 മണിയാകുമ്പോൾ കുളിച്ച് സുന്ദരനായി ഈ പറഞ്ഞ പോലെ ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുകയാണ്, കാറിനെയും വരുത്തി വെച്ചിട്ട്. അതിനോട് പറഞ്ഞു വാ പോവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുത്തും വായനയൊക്കെ നടത്തുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട് അതിനാണ്. ആ ഫ്ലാറ്റിലെ മുറിയിൽ പോയി. ആ ഫ്ലാറ്റിന്റെ മുറിയിൽ കടന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കരുതൽ എന്താണ് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കാനുള്ള അനുഭവമാണ്. ഡ്രൈവറോട് പറയുകയാണ് 12:30 മണിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രത്യേക ചേരുവകളുള്ള ഒരു ആയുർവേദമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഊണുണ്ട്, അത് കൊണ്ടുവരികയും സുധീറിന് ഇന്ന ഹോട്ടലിൽ നിന്ന് ഇന്ന വെജിറ്റേറിയൻ ഊണ് കൊണ്ടുവരികയും ചെയ്യണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു. പിന്നീടുള്ള മണിക്കൂറുകൾ ഞാനും MT വാസുദേവൻ നായരും ഒറ്റയ്ക്ക് ആ ഫ്ലാറ്റിലെ മുറിയിൽ ഇരുന്ന സംഭാഷണമാണ്. വളരെ ദീർഘമായ സംഭാഷണം, ചോദ്യോത്തരങ്ങളല്ല. ഞാൻ ചില സംശയങ്ങൾ ഉന്നയിക്കും, അതിന് MT ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും, വീടി ഇങ്ങനെ കത്തിച്ച് വലിച്ചുകൊണ്ടിരിക്കും. ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ ഊണ് വരുന്നു, കഴിക്കുന്നു, അദ്ദേഹം 10 മിനിറ്റ് വിശ്രമിക്കുന്നു. അപ്പോഴും എന്നോട് ചോദിക്കുന്നു സുധീർ കിടക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ 10 മിനിറ്റ് ഷാർപ്പ് 10 മിനിറ്റും അദ്ദേഹം വരുന്നു. 5:30 മണി വരെ ഞങ്ങൾ വീണ്ടും സംഭാഷണത്തിലേർപ്പെടും. ഇവിടെയൊക്കെ MT എന്ന വലിയ മനുഷ്യന്റെ കരുതൽ, ആരുമല്ലാത്ത ഒരാളെ എത്ര കരുതലോടെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് ഞാനിത് പറയുന്നത്.
ഞങ്ങളുടെ സംഭാഷണം വളരെ പ്രധാനത്തോടെ മാത്രം ഞാൻ വരികയൊക്കെ ചെയ്തു. ഈ സംഭാഷണത്തിന്റെ ഇടയിലാണ് MT എന്ന എഴുത്തുകാരനെ, MT എന്ന വായനക്കാരനെയൊക്കെ വളരെ വ്യത്യസ്തമായി മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയായി ഒരുങ്ങി വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, സാഹിത്യം എന്താണ് എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നു. അപ്പോൾ MT പറയുന്നത്, സാഹിത്യം എന്താണ് എന്ന് വിശദമാക്കി തരാൻ എനിക്കറിയില്ല, അതിനങ്ങനെ ഒരു നിർവചനമില്ല. പക്ഷെ അത് മനുഷ്യ ജീവിതത്തെ ഏതെല്ലാമോ രീതിയിൽ സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒന്നാണ് എന്ന് എനിക്കറിയാം. അത് സാഹിത്യം വായിച്ചവരെയും സാഹിത്യത്തെക്കുറിച്ച് അറിഞ്ഞവരെയും സ്വാധീനിക്കാൻ കഴിയും. നമ്മള് കഥ വായിച്ചവരല്ലാതെ തന്നെ കഥകൾ അറിഞ്ഞവരിലൊക്കെ, ഇപ്പോൾ എന്റെ കഥകൾ വായിച്ചിട്ടില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ടാവും, പക്ഷെ അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ കിട്ടി, ആ കഥയുടെ ഒരു അംശം മനസ്സിലാക്കിയ ആളുകൾ, അതുപോലെ പാട്ടുകൾ പാടി നടന്നവർ, അവരിലൊക്കെ അതിന് സ്വാധീനം ഉണ്ടാവും. അപ്പോൾ വായനക്കാരിൽ മാത്രമല്ല സാഹിത്യത്തിന് സ്വാധീനമുള്ളത്, ഒരു ജനതയിൽ തന്നെ വലിയ സാഹിത്യത്തിന് മൗലികമായ സ്വാധീനം ചെലുത്താൻ കഴിവുണ്ട്. അങ്ങനെയുള്ള ഒരു സ്വാധീന ശക്തിയായിട്ടാണ് സാഹിത്യത്തെ ഞാൻ കാണുന്നത് എന്നുള്ളതാണ്. അന്നത്തെ ആ ഒരു സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായത്, ആ മനുഷ്യന്റെ അകത്തുള്ള സർഗാത്മകതയുടെ അസ്വാസ്ഥ്യങ്ങൾ ഒരു വളരെ മൗലികമായ എഴുത്തുകാരന്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഹൃദയത്തിൽ, അല്ലെങ്കിൽ മസ്തിഷ്കത്തിൽ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സർഗാത്മകമായ അസ്വാസ്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളതാണ് ആ സംഭാഷണത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും പ്രധാനം. ഈ അസ്വാസ്ഥ്യങ്ങൾ മരണം വരെ അദ്ദേഹത്തെ പിന്തുടർന്നു. അതിലേക്ക് വരാം. അപ്പൊ അന്നത്തെ മറ്റു ചില ചോദ്യങ്ങൾ, മറ്റൊരു വലിയ പ്രധാനപ്പെട്ട എന്റെ ഒരു അന്വേഷണം അദ്ദേഹത്തിന്റെ വായനയെ മനസ്സിലാക്കാൻ. വലിയ വായനക്കാരനാണെന്ന് എനിക്കറിയാം. എനിക്ക് അദ്ദേഹത്തിന്റെ വായനയെ മനസ്സിലാക്കാനും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വായനയിൽ പെടാതെ പോയ ചിലതൊക്കെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതൊക്കെ ശ്രമമൊക്കെ ആയിരുന്നു. ഈ കുറച്ചുകൂടി യുവാവായിരുന്ന കാലമാണ് അതിൻ്റെതായ. അപ്പൊ ഞാൻ പല ചോദ്യങ്ങളും ചോദിക്കും. എന്റെ കയ്യിൽ അന്ന് പിന്നെ ഹെന്നിങ് മാങ്കലിന്റെ ഒരു ആത്മകഥ അന്ന് അപ്പോഴിറങ്ങിയതാണ്, അത് എന്റെ കയ്യിൽ ഉണ്ടായി. അപ്പൊ ഞാൻ മാങ്കലിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ മാങ്കലിനെ അറിഞ്ഞിരിക്കില്ല എന്നുള്ള ഒരു രൂപത്തിലാണ് ഞാൻ ആ ചോദ്യം മുന്നോട്ട് വെച്ചത്. അപ്പൊ ഹെന്നിങ് മാങ്കലിന്റെ 1990-കളിൽ ഇറങ്ങിയ ഒരു പുസ്തകവും അതിലെ ഒരു കഥാപാത്രത്തെ കുറിച്ചും MT പറഞ്ഞു. ആ കഥാപാത്രത്തിന്റെ സംഭാഷണങ്ങൾ MT മനസ്സിൽ വെച്ചിരുന്നു. അത്രയാണ് അദ്ദേഹത്തിന്റെ വായന. അത് കഴിഞ്ഞാണ് ഞാൻ ഒരു ബെൽജിയൻ കുറ്റാന്വേഷണ നോവലിസ്റ്റായ ജോർജ് സിമനനെ കുറിച്ച്. സിമനൻ 60-കളിലൊക്കെ വളരെ പ്രസിദ്ധനായിരുന്നു ലോകത്ത്, കുറ്റാന്വേഷണ നോവലുകളാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് സാഹിത്യ ലോകത്ത് അത്രയൊന്നും പ്രസിദ്ധി ഇല്ലാതെ പോകും. പക്ഷെ 21-ാം നൂറ്റാണ്ടിൽ സിമനന്റെ പുസ്തകങ്ങൾ വളരെ ധാരാളമായിട്ട് വരികയും പെൻഗിന്റെ മോഡേൺ ക്ലാസിക്സിലൊക്കെ വരികയും ചെയ്തൊരു കാലമായതുകൊണ്ടാണ് ഞാൻ സിമനനെ ഓർമ്മിപ്പിച്ചത്. അപ്പൊ സിമനനെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ എന്നായിരുന്നു എന്റെ ചോദ്യം. MTയുടെ ഉത്തരം, സിമനൻ അദ്ദേഹം ഒരു 100-500 നോവൽ എഴുതിയിട്ടുണ്ട്. അതിലൊരു 100-400 എണ്ണമൊക്കെ ഞാൻ വായിച്ചു. മറ്റൊരു ഞെട്ടലായിരുന്നു. ഞാൻ സിമനന്റെ 2-3 പുസ്തകങ്ങളെ വായിച്ചിട്ട് സിമനന്റെ ഒരു ആത്മകഥ വായിച്ചത്, ഒരു അഭിമുഖം പറയും. അതിന്റെ ഗമയിലാണ് ഞാൻ MTയോട് സിമനനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ 60-കളിൽ ലോകത്തിലെ കുറ്റാന്വേഷണ സാഹിത്യത്തിൽ അതൊരു സാഹിത്യമായൊന്നും അങ്ങനെ കരുതപ്പെടാതിരുന്ന കാലത്ത്, ഈ ടെക്നോളജിയും സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് സിമനനെ കണ്ടെത്തുകയും സിമനന്റെ 400ഓളം കൃതികൾ, അതിൽ തന്നെ അദ്ദേഹം പറയുകയാണ് കുറ്റാന്വേഷണ കൃതികളല്ലാത്ത ചില രചനകളുണ്ട്, അതുകൂടി ഞാൻ വായിച്ചതെന്ന് ഓർമ്മിക്കുകയാണ്. ഇങ്ങനെ ഞെട്ടലുകളുടെ ഒരു ദിവസമായിരുന്നു അർത്ഥത്തിൽ. അവസാനം മരണത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടായി. ഒടുക്കം ഞാൻ ചോദിക്കുകയാണ്, MT ഒരു എഴുത്തുകാരനാണ്, സിനിമയുടെ വലിയ ആളാണ്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരന് കിട്ടാണ്ട അംഗീകാരങ്ങളെല്ലാം നേടിക്കഴിഞ്ഞ ആളാണ്, ഇന്ത്യയുടെ മറ്റു ഭാഷകളിലൊക്കെ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ്, ജ്ഞാനപീഠം കിട്ടിയിരിക്കുന്നു, പത്മ പുരസ്കാരങ്ങൾ കിട്ടിയിരിക്കുന്നു, എങ്ങനെയാണ് തൃപ്തിയുണ്ടോ ഒരു എഴുത്തുകാരനെന്ന്? MT പറയുന്നത്, തൃപ്തിയൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴും യാത്രയൊക്കെ പോകുമ്പോൾ ആരെങ്കിലും ഫ്ലൈറ്റിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ എന്നെ അറിയാത്ത ആരെങ്കിലും എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരനാണ് എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഞാനൊരു പത്രപ്രവർത്തകനാണെന്ന് പറയാം. എന്നെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലനാക്കി പറഞ്ഞു. MTയെ പോലെ വലിയൊരു മനുഷ്യൻ, വലിയൊരു എഴുത്തുകാരൻ, ഇന്ത്യയെമ്പാടും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ പറയുകയാണ്, എനിക്ക് എഴുത്തുകാരനാണെന്ന് പറയാനുള്ള ധൈര്യം ഇപ്പോഴും ഇല്ല. ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് ആലോചിക്കുമ്പം വല്ലാത്ത പ്രതിസന്ധി നേരിടും. ഒരു പുസ്തകം എഴുതാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുത്തുകാരനാണ് എന്ന് പ്രഖ്യാപിക്കുകയും പുസ്തകത്തിന് മുന്നേ എഴുത്തുകാരനെ ഓടുകയും ചെയ്യുന്ന പ്രത്യേക കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് മലയാളിയുടെ 5-8 തലമുറകളെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ പറയുന്നത് എഴുത്തുകാരനാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്ക് പോലും.
എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, ഇതൊരു ഇന്ത്യൻ പ്രോബ്ലം ആയിട്ടായിരിക്കാം ഈ ആത്മവിശ്വാസക്കുറവ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അടുത്ത കാലത്ത് ടോണി മോറിസിന്റെ ഒരു അഭിമുഖം വായിച്ചപ്പോൾ അവർ നോബൽ സമ്മാനമൊക്കെ കിട്ടിയതിനു ശേഷവും യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നേരിട്ടാൽ പ്രൊഫസറാണെന്നേ പറയാറുള്ളൂ. അപ്പൊ ഇതൊരു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ മൗലികതയുള്ള എഴുത്തുകാർക്ക് അവർ എഴുത്തുകാരാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അവരുടെ ഒരു വിനയം കൊണ്ട് എഴുത്ത് എന്ന് പറയുന്നതിലും വളരെ വലുതാണ് എന്നൊരു തോന്നൽ. ഇതിന് കൂടെ ഞാൻ പറയാം, എപ്പോഴും നമ്മളെല്ലാം പറയാറുണ്ട് ലോക സാഹിത്യത്തിന്റെ കിടപിടിക്കുന്ന എഴുത്തുകൾ എഴുതിയ ആളാണ് എം ടി വാസുദേവൻ നായർ എന്ന് നമ്മൾ ഭംഗിവാക്കായിട്ട് പറയാം. അങ്ങനെയല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ പേര് കൂടിയാണ് എം ടി വാസുദേവൻ നായർ. ലോകത്തിലെ എല്ലാ ഭാഷയിലുമുള്ള 20ാം നൂറ്റാണ്ടിലെ സർവ സാഹിത്യത്തെയും എഴുത്തിനെയും നോക്കിക്കാണുകയും വായിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് എം ടി വാസുദേവൻ. ആ സാഹിത്യ വായനയുടെ പരിചയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൃതികളെ വിലയിരുത്തുന്നത്. അപ്പൊ മൗലികമായ ഒരു വലിയ സാഹിത്യ സംഭാവനകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുക കൂടി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അത് ഏറ്റുപറയാൻ എം ടി വാസുദേവൻ മടിയുമില്ല എന്നുള്ളത്. അത് പലപ്പോഴും സംഭാഷണങ്ങളിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിൽ തന്നെ ഏതെങ്കിലും വായനയിലൊക്കെ ഒരു പ്രത്യേകമായ സാഹിത്യത്തെ ഉൾക്കൊള്ളുകയോ അങ്ങനെയൊന്നുമല്ല. എല്ലാ ഭാഷയിലുമുള്ള സാഹിത്യത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും വായിക്കുകയും അതിനെക്കുറിച്ചൊക്കെ നിലപാടുകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ 1960കളിലൊക്കെ മലയാള സാഹിത്യത്തിലെ പത്രാധിപർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാഹിത്യത്തിലെ ഭാവുകത്വ മാറ്റത്തെ ഉൾക്കൊള്ളുകയും ആ മാറ്റത്തിനനുസൃതമായി തന്റെ നാട്ടിലെ സാഹിത്യത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ പത്രാധിപർ എന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയും ഒരുപക്ഷെ ആധുനികരായ എഴുത്തുകാർ മുകുന്ദനായാലും സക്കറിയായാലും എം പി നാരായണപിള്ളയായാലും പോലുള്ള എഴുത്തുകാരെ ഒരു കൈപ്പിടിച്ച് സാഹിത്യത്തിന്റെ ലോകത്തിലേക്ക് കടത്തിവിടുകയും ചെയ്തു. ഒരുപക്ഷെ ഒരിക്കലും അദ്ദേഹം അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് തയ്യാറായിട്ടില്ല. പക്ഷെ പരീക്ഷണങ്ങൾക്ക് തയ്യാറാവാൻ സാധ്യതയുള്ള ഒരു യുവതലമുറ ഉണ്ടെന്ന്, അത് അവർ ലോക സാഹിത്യത്തിലെ മാറ്റങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ളവരാണെന്നും തിരിച്ചറിയുകയും അവർക്ക് കൈത്താങ്ങാവുകയും ചെയ്തു എന്നുള്ളതാണ് പത്രാധിപർ എന്ന രീതിയിൽ. അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നു, അവരവിടെ ഉണ്ടായിരുന്നു, ഞാനില്ലെങ്കിലും അവരുണ്ടാവും. അവരെ ഞാൻ കണ്ടെത്തിയതൊന്നുമല്ല, അവർ വന്നപ്പോൾ അവരെ ഞാൻ ഏറ്റെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ അതിൽ ഉള്ള ഒരു വിനയം. അടിസ്ഥാനപരമായ ആധുനികതയും സാഹിത്യത്തെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓർമ്മിച്ചത്. അക്കാലത്ത് സാർത്തറും കാമും ഒക്കെ വരുന്നു, എക്സിസ്റ്റൻഷ്യലിസം അസ്തിത്വവാദത്തിന്റെ പ്രതിസന്ധികളൊക്കെ വരുന്നു, അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരുന്നു. അപ്പോൾ ഇതൊന്നും എഴുത്തിനെ ബാധിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരം, അവരുടെ പ്രശ്നം, യൂറോപ്പിന്റെ പ്രശ്നം, അവർ മുന്നോട്ട് വെച്ച സംശയം, സന്ദേഹം എന്ന് പറയുന്നത് എന്തിന് ജീവിക്കുന്നു എന്നതായി. അവരുടെ മനസ്സിലുണ്ടായിരുന്ന, അവരെ അലട്ടിയിരുന്ന സന്ദേഹം അതായിരുന്നു, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ചോദ്യത്തിലേക്ക് അവർ. പക്ഷെ നമ്മൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്ന ചോദ്യത്തെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അത് വലിയ വ്യത്യാസമുള്ളതാണ്. നമ്മൾ നോക്കണം എത്ര കൃത്യമായാണ് യൂറോപ്പിന്റെ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ബോധത്തെ അല്ലെങ്കിൽ അത്തരം ഒരു ദർശനത്തെ എം ടി അടയാളപ്പെടുത്തുന്നത്. ജീവിതത്തിന്റെ എല്ലാ സമൃദ്ധിയും കഴിഞ്ഞതിന് ശേഷം ജീവിതത്തോടുള്ള വിരക്തി അവരുടെ അസ്തിത്വവാദത്തിന്റെ ദർശനത്തിന്റെ പുറകിൽ നിൽക്കുന്നുവെന്നും നമ്മളാകട്ടെ എങ്ങനെ ജീവിക്കണമെന്ന് അറിയാതെ നട്ടം തിരിയുന്ന ഒരു സമൂഹമാണെന്നും എം ടി തിരിച്ചറിയുകയാണ്. പക്ഷെ മറ്റൊന്നിനെ തള്ളി പറയുകയില്ല. അത്തരത്തിലുള്ള ഒരു ജൈവിക മാനുഷിക അവസ്ഥയുണ്ടെന്നും ആ മനുഷ്യാവസ്ഥയെ അടയാളപ്പെടുത്തുന്നതിൽ തെറ്റില്ലെന്ന് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സാഹിത്യത്തെക്കുറിച്ചുള്ള പുതിയ ധാരണകളെ കുറിച്ച് എം ടിക്ക് യാതൊരു സംശയങ്ങളും ഉണ്ടായിരുന്നില്ല. മരണം വരെ അദ്ദേഹം കൃത്യമായും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾക്ക് തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ സാഹിത്യത്തെയും അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളെയും എങ്ങനെയാണ് മുന്നോട്ട് നോക്കിക്കണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ സാഹിത്യം ഉണ്ടായിരുന്നു. എന്തിനെഴുതുന്നു എന്ന് ചോദിക്കുമ്പോൾ എഴുതാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. എനിക്ക് എഴുതണം, എന്റെ മുന്നിലുള്ള എന്റെ ജീവിതത്തോടും എന്റെ ചുറ്റിലുമുള്ള ജീവിതത്തോടുള്ള എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളിൽ നിന്നുള്ള മോചനമാണ് എനിക്ക് എഴുത്ത്, അതുകൊണ്ട് അതെനിക്ക് എഴുതിയേ പറ്റൂ എന്നാണ്. ഇത് അദ്ദേഹത്തിന്റെ എല്ലാ അവസ്ഥയിലും അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന ഒന്നാണെന്ന് എനിക്കറിയാം. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്
അദ്ദേഹത്തിന്റെ 90-ാം പിറന്നാൾ ആഘോഷിക്കുന്ന സമയം തുഞ്ചൻപറമ്പിലെ ആഘോഷവേള. ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിൽ ഇരിക്കുകയാണ്. മന്ത്രിമാര്, മറ്റ് സാഹിത്യകാരന്മാര് എല്ലാവരും നിറഞ്ഞു നിൽക്കുന്ന ആ ചെറിയ മുറിയിൽ അദ്ദേഹം പൊന്നാടി അണിയിക്കുന്നു, അദ്ദേഹം സമ്മാനങ്ങൾ കൊടുക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഞാനന്ന് എന്റെ കയ്യിലൊരു സ്പാനിഷ് ബുക്ക് ഓഫ് ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു പുതിയ പുസ്തകം കയ്യിൽ കൊടുത്തു, ഒരു സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടി ഞാനത് കൊടുത്തു. പുസ്തകം കിട്ടിയാൽ എപ്പോഴുള്ള പതിവ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ മറക്കും, പുസ്തകത്തിലേക്ക് പോകും. ഒരു 10-20 മിനിറ്റ് പുസ്തകം മറച്ചും തിരിച്ചും മറച്ചും നോക്കും, കുറച്ചൊക്കെ വായിക്കും, വന്ന ആരാണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് മാറും. ഞാനത് അവിടെ കൊടുത്തു. തിരക്ക് കാരണം ഞാൻ അടുത്ത മുറിയിലേക്ക് പോയി. അദ്ദേഹം അവിടെയുള്ള എല്ലാവരെയും മറന്നുകൊണ്ട് പുസ്തകം മറിച്ചു നോക്കാൻ തുടങ്ങുകയും ചെയ്തു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആരോ വിളിച്ചിട്ട് എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് അദ്ദേഹത്തിന്റെ മുറിയിൽ പോയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സുധീർ, ഈ കാമുവിന്റെ പ്ലേഗിലെ ആ ഡോക്ടറെ പേര് ഓർമ്മയുണ്ട്? അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്ത്, ബെർണാഡ് ഹെക്സ് അല്ലേ പാസ്വേഡ്? ആ, ബെർണാഡ് ഹെക്സ്. ഞാൻ കുറേ സമയമായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ അതിന്റെ പുറകെ. ഇത് നടക്കുന്നത് അദ്ദേഹത്തിന്റെ 90-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ആ ദിവസം, മൊത്തം ആഘോഷിക്കുന്ന ദിവസമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും സാഹിത്യബോധമല്ലേ. അന്ന് പിന്നീട് എന്നോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു, കോവിഡിന് ശേഷമാണല്ലോ, അപ്പൊ എന്നോട് പറഞ്ഞു, പ്ലേഗ് ഉണ്ടാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കാമുവിന്റെ പ്ലേഗ്. അപ്പൊ അതുപോലെ കോവിഡ് അനന്തരം ലോകത്തിന്റെ സാഹിത്യത്തിൽ മൗലികമായ അന്വേഷണങ്ങൾ നടന്ന ഏതെങ്കിലും കൃതികൾ വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അന്നത്തെ ഒരു അനുഭവം കൂടി ഞാൻ പറയാം. അന്ന് പല ചർച്ചകളോടെ MTയുടെ സാഹിത്യത്തെ കുറിച്ച്, MT സിനിമയെ കുറിച്ചൊക്കെ പല വേദികളിലായി ചർച്ചകൾ കേരളത്തിലെ എല്ലാ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഇതൊന്നും കേൾക്കാതെ ഈ മുറിയിൽ ഇങ്ങനെ. ഇപ്പൊ വൈകുന്നേരം അദ്ദേഹത്തിന്റെ മകൾ അശ്വതിയുടെ ഒരു അരങ്ങ് ഡാൻസ് ഉണ്ടായിരുന്നു. അതിൽ MTയുടെ കഥാപാത്രങ്ങളെ അരങ്ങത്ത് അവതരിപ്പിക്കുന്നത്. അപ്പൊ അശ്വതി വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, അച്ഛൻ കാണാൻ വരണം. അപ്പൊ നിർബന്ധം സഹിക്കവയ്യാതെ എന്നാ വരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വേദിയിലേക്ക് നടന്നു പോവുകയും ആ നടത്തത്തിനിടയിലും ചില സാഹിത്യ സംഭാഷണങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടും. അദ്ദേഹം മുന്നിലിരുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയും കൊച്ചുമോനും ഒക്കെ ഉണ്ട്, അശ്വതിയും ഭർത്താവും അരങ്ങത്ത് ഡാൻസ് അവതരിപ്പിക്കുക. ഞങ്ങളൊക്കെ പുറകിൽ നിന്ന് കാണും. കുറച്ച് സമയം കഴിഞ്ഞപ്പോ 4-5 ഡാൻസ് കഴിഞ്ഞതിന് ശേഷം MT മെല്ലെ പുറത്ത് ആരുടെയോ സഹായത്തോടെ പുറത്ത് ഹാളിന്റെ പുറത്തേക്ക് വരുന്നത് കാണാം. ഹാളിന്റെ പുറത്തു നിന്നും കുറച്ചു നേരം അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഈ ഡാൻസ് കാണും. പക്ഷെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മുറിയിലേക്ക് തിരിച്ചു പോകും. ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ പോവാൻ വേണ്ടി പറയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് മുറിയിൽ വളരെ അസ്വസ്ഥനായിട്ട് അവിടെ ഇങ്ങനെ കസേരയിൽ പോകും. ഞാൻ ചോദിച്ചു, വാസുട്ടെ ഞാൻ പോവാണ്, എന്ത് പറ്റി, വല്ലാതെ ക്ഷീണമുണ്ടല്ലോ, അസുഖം ഉണ്ടല്ലോ? അപ്പൊ എന്നോട്, നീ ഇരിക്കുക, അസുഖമല്ല, ക്ഷീണമല്ല പ്രശ്നം, പക്ഷെ അതെന്നെ വല്ലാതെ ക്ഷീണിപ്പിക്കും. അത് അശ്വതി ഗാന്ധാരി വിലാപം അവതരിപ്പിക്കുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല. ഗാന്ധാരി വിലാപം കണ്ടിരിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അനുഭവിച്ചറിഞ്ഞ ഏറ്റവും വലിയ ദുഃഖങ്ങളിലൊന്നാണ് ഗാന്ധാരി വിലാപം. അതെങ്ങനെയാണ് കണ്ടിരിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മറ്റാരെങ്കിലും ആണെങ്കിൽ ഞാൻ അവിശ്വസിക്കുമായിരുന്നു. പക്ഷെ MT വെറും വാക്ക് പറയാറില്ല, ഉള്ളിൽ തട്ടാതെ ഒന്നും പറയാറില്ല, പ്രകടിപ്പിക്കാതെ. ഞാൻ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതുമാണ്. അത് പിന്നീട് എനിക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഗാന്ധാരിക്ക് 101 മക്കളുണ്ടായത് 100 പേരും കൊല്ലപ്പെട്ടൊരു യുദ്ധമായിരുന്നു. 100 മക്കളെ നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ ദുഃഖം എന്താണ് MT അന്ന് വിശദീകരിച്ചു തരികയാണ്. അത് മനുഷ്യാവസ്ഥയുടെ ഏറ്റവും ദാരുണമായ ഒരു അനുഭവമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കഥയെ എങ്ങനെയാണ് ഒരു എഴുത്തുകാരന്റെ മനസ്സിലേക്ക് ഇടപെടുന്നത് എന്നുള്ളത്, അദ്ദേഹത്തിന്റെ വ്യസനമായി അത് മാറുന്നത് എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. MTയുടെ ആ സർഗാത്മക ജീവിതത്തിന്റെ കരുത്തായിട്ട് നിൽക്കുന്നത് ഈ അനുഭവങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ വളരെ വൈകാരികമായ ബന്ധം. അതുപോലെ തന്നെ മഹാഭാരതം 2-ാം ഊഴം എഴുതിയതിനെ കുറിച്ചുള്ള എന്റെ ചോദ്യങ്ങളിൽ അദ്ദേഹം മഹാഭാരതത്തെ പറ്റി പറയുന്നുണ്ട്. മഹാഭാരതം ഞാൻ പലതവണ പല രീതിയിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ എവിടേക്കോ വ്യാസൻ നമുക്കൊക്കെ വേണ്ടി എന്തെല്ലാമോ ചിലത് അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന തോന്നലോടുകൂടിയാണ് ഞാൻ അതിലേക്ക് കടക്കുന്നത്. പക്ഷെ ഭീമനിലേക്ക് എത്താൻ കാരണം യുദ്ധത്തിനിടയിൽ ഘടോൽക്കജൻ കൊല്ലപ്പെടുക. ഘടോൽക്കജൻ അസാമാന്യനായ യോദ്ധാവാണ്. ഒരുപക്ഷെ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ യോദ്ധാവ് ഘടോൽക്കജൻ. ആകാശത്തിലൂടെയും കടലിലൂടെയും ഭൂമിയിലൂടെയും ഒക്കെ ആക്രമിക്കുന്ന വലിയ സംഘവുമായിട്ട് വന്ന് അതിന്റെ യുദ്ധത്തിന്റെ താളം മാറ്റിയ ഘടോൽക്കജൻ, ഭീമന്റെ പുത്രൻ. അപ്പൊ അവൻ കൊല്ലപ്പെടുന്നു.
അർജുനന് വേണ്ടി വെച്ച വേല് ഉപയോഗിച്ചാണ് കടോൽക്കജനെ കൊല്ലുന്നത്. കാരണം വേറെ നിർവാഹമില്ലാത്തത് ഇതിനു വേണ്ടി മാറ്റിവെച്ചിരുന്ന വേല് ഉപയോഗിച്ചിട്ടാണ് കടോൽക്കജൻ കൊല്ലപ്പെടുന്നത്. കടോൽക്കജൻ കൊല്ലപ്പെട്ടതോടുകൂടി പാണ്ഡവ പക്ഷത്ത് വളരെ ദുഃഖമായി. യുധിഷ്ഠിരനും ഭീമനും എല്ലാവരും ഇരുന്ന് കരച്ചിലാണ്. അവര് പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല അർജുനനേക്കാൾ ശക്തനാണ് എന്നുള്ള തോന്നലോടുകൂടിയാണല്ലോ അർജുനന്റെ പേര് ഉപയോഗിച്ചത്. അപ്പൊ അതിന്റെ ദുഃഖം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കൃഷ്ണൻ കടന്നു വരുന്നത്. കൃഷ്ണൻ ഉടനെ പറയാണ്, എന്താണ് എല്ലാവരെയും ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നിങ്ങളെല്ലാവരും ഇത്രയധികം സങ്കടപ്പെടാൻ എന്താണ്? അപ്പൊ യുധിഷ്ഠിരൻ പറയുകയാണ്, കടോൽക്കജന്റെ മരണം അത് വല്ലാത്തൊരു പ്രശ്നം. കൃഷ്ണൻ അതിനെ മറ്റൊരു രീതിയിൽ കാണുകയും, കടോൽക്കജൻ മരിക്കാൻ വിധിക്കപ്പെട്ടവൻ, അതും ഒരു കാട്ടാളൻ, അതിനെന്താണ് ഇത്ര വിഷമിക്കാൻ എന്ന് പറയുക. MT പറയുന്നത്, ഈ കൃഷ്ണന്റെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നത് കടോൽക്കന്റെ അച്ഛനായ ഭീമനാണ്. അവിടെ ഒരു അച്ഛന്റെ ദുഃഖം എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഭീമൻ അനുഭവിക്കേണ്ടി വന്ന ദുഃഖം, ആ ദുഃഖമാണ് എന്നെ രണ്ടാം ഊഴം എഴുതാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെയാണ് MT സാഹിത്യത്തെ വായിക്കുന്നത്, ചുറ്റുമുള്ള മനുഷ്യരെ നോക്കിക്കാണുന്നത്, നമ്മുടെ വേദനകളെ മനസ്സിലാക്കുന്നത് ഈ രീതിയിലാണ് എന്ന് പറയാനാണ് ഞാൻ ഈ രണ്ട് അനുഭവങ്ങൾ പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിൽ എഴുത്തിനെയും ജീവിതത്തെയും ഒക്കെ കാണുകയും അതുകൊണ്ടാണ് വളരെ ആന്തരികമായിട്ട് തികച്ചും ശക്തമായ തീവ്രമായ ഒരു ആന്തരിക ജീവിതം നയിച്ച വ്യക്തിയാണ് MT എന്ന് പറയുന്നതിന്റെ അർത്ഥം. ജീവിതത്തിന്റെ ഓരോ ചലനത്തെയും സൂക്ഷ്മമായി വിലയിരുത്തുകയും അതിനെ ഉൾക്കൊള്ളുകയും ഒരു വാക്ക് പോലും വെറുതെ പറയാതെ, ഒരു നോക്ക് പോലും വെറുതെ നോക്കി. എന്തിനാ ചുണ്ടനങ്ങുന്നത്? അത് ചുണ്ട് അനക്കം ഒരു ഭാഷയായിരുന്നു MT സംബന്ധിച്ചിടത്തോളം. നമ്മൾ വളരെ പരിചയമുള്ളവർക്ക് അറിയാം. ചെന്നാൽ അത് അന്ന് ഇഷ്ടപ്പെടുന്ന ദിവസമാണോ, അദ്ദേഹം വേറെ എന്തെങ്കിലും ചിന്തയിലാണോ എന്ന് ഈ ചുണ്ട് കൂട്ടിയുള്ള ആ ഒരു സംഭാഷണമുണ്ട്, അതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അവിടെയൊക്കെ അദ്ദേഹം അവിടെ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ആ മനസ്സിൽ ഇങ്ങനെ തന്റെ ജീവിതത്തെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. എഴുത്തുകാരൻ ഇങ്ങനെ എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയില്ലേ, അത് ഒരു ആത്മപ്രകാശം പോലെ ഇങ്ങനെ ചിന്തയിൽ ഇങ്ങനെ എടുക്കുകയാണ്. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വർഷങ്ങളായി അദ്ദേഹം എഴുതിയില്ലല്ലോ? എഴുത്ത് ആരോഗ്യ പ്രശ്നങ്ങളാലാണ് എഴുത്ത് കഴിയാറ്. അപ്പോൾ എഴുത്തിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് എഴുതിയെടുക്കാം അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അതൊന്നും എനിക്ക് സാധ്യമല്ല. എഴുതേണ്ടത് എന്താണെന്ന് എന്റെ മനസ്സിൽ കൃത്യമായി അടയാളപ്പെടുത്തപ്പെടും. എന്റെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് എഴുതാൻ എനിക്ക് കഴിയുള്ളൂ. പക്ഷെ അത് ഞാൻ തന്നെ എഴുതണം. അതെനിക്ക് പറഞ്ഞു കൊടുത്തും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന്റെ വാക്കുകളൊക്കെ അതിന് കൃത്യമായിട്ട് വരും. വാക്കുകൾ കൃത്യമായിട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ അഭിമുഖം എഴുതിയതിന് ശേഷം ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ മാതൃഭൂമിയുടെ തിരക്ക് ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ അത് അയച്ചു കൊടുക്കുക, ചോദ്യോത്തരമാക്കിയിട്ട് അയച്ചു കൊടുത്ത് അദ്ദേഹം കാണണല്ലോ, കാരണം ചോദ്യോത്തരമായിട്ട് ചെയ്തതായിരുന്നു. അപ്പൊ അങ്ങനെ അയച്ചു കൊടുത്തപ്പോ അത് പിറ്റേ ദിവസം ഞാൻ കിട്ടി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ആഴ്ചപ്പതിപ്പിന് പെട്ടെന്ന് ധൃതിയുണ്ട്, ഓണപ്പതിപ്പിന്റെ കവറാണ്, അതുകൊണ്ട് വാസ്തു വേഗം വായിച്ചു തരണം എന്ന് ഞാൻ പറയാണ്. ഇപ്പോൾ അതൊക്കെ മടിയോടുകൂടെ പറയുന്നത്, എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെ പറയണം എന്നുള്ളത്. പക്ഷെ പറയേണ്ടി വരുന്നു, പറയുന്നു. പിറ്റേ ദിവസം കൊറിയർ കവർ കിട്ടിയതിൽ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. അപ്പൊ എന്നെ ചോദിച്ചു, സുധീറിന്റെ കയ്യിൽ എന്റെ കോപ്പി ഉണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് വിളി. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുമ്പോഴേക്ക് അദ്ദേഹം വായിച്ചിട്ട് വന്നു. 4 സ്ഥലത്ത് തിരുത്തുണ്ട്. 3 ചെറിയ തിരുത്ത് ഞാൻ എന്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ്, തിരുത്തണം. 4-മത്തെ തിരുത്ത് സുധീർ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ അനുകൂലമായിട്ട് പറയുക. അപ്പൊ സുധീർ പറഞ്ഞ കാര്യം ശരിയാണെന്നുള്ളത് വസ്തുതാപരമാണെന്ന് ചെക്ക് ചെയ്യണം, എങ്കിൽ അത് ആവാം. ഇത്ര കൃത്യതയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളിലും ഓരോ എഴുത്തിലും ഓരോ നോട്ടത്തിലും ഒരു എഡിറ്റർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനത് രസകരമായിട്ട് പറയുന്നത്. ആ ഒരു എഡിറ്റർ എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എഡിറ്റർ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ജീവിതത്തിന്റെ പാഠപുസ്തകം എന്ന് നമുക്ക് പറയാം. പാഠപുസ്തകം എന്ന് പറയുമ്പോൾ അതിൽ തെറ്റുകളും ശരികളും പിഴവുകളും ഇല്ല എന്നല്ല. പക്ഷെ ആ തെറ്റുകളും ശരികൾക്കും കാരണങ്ങൾ ഉണ്ടായിരുന്നു, അതിനെ വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. തിരുത്തൽ ആവശ്യമുള്ളിടത്ത് തിരുത്തിയിരുന്നു, തിരുത്തൽ അല്ലാത്തിടത്ത് മൗനം പാലിക്കേണ്ടിടത്ത് മൗനം പാലിച്ചു. MT, എനിക്കറിയില്ല സമയം എത്രയുണ്ട്. MTയുടെ സാമൂഹ്യ ജീവിതത്തിലും MT എഴുത്തുകാരൻ എന്നതിൽ ഉപരിയായിട്ട് സാമൂഹ്യ ജീവിതത്തിലും അദ്ദേഹം പ്രവർത്തിച്ചു. സിനിമയുടെ കാര്യം കൂടി പറഞ്ഞിട്ട് സാമൂഹ്യ ജീവിതത്തിലേക്ക് വരാം. സിനിമ, ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, സിനിമയും അദ്ദേഹവുമായുള്ള ബന്ധം. സിനിമ ഇന്ത്യയിലെ എല്ലാ സിനിമ അംഗീകാരങ്ങളും നേടിയ, ഒരുപക്ഷെ മലയാളിയുടെ ജീവിതത്തെ ഏറ്റവും സർഗാത്മകമായി പ്രചോദിപ്പിക്കുന്ന ധാരാളം സിനിമകൾ തന്നിട്ടുള്ള അദ്ദേഹമാണ്. അത് സംവിധായകൻ എന്ന നിലയിലായാലും തിരക്കഥാകൃത്ത്. അദ്ദേഹത്തോടാണ് ഞാൻ സിനിമയെ കുറിച്ച് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, സിനിമ ഞാൻ അത്ര ഗൗരവമായി കാണുന്നില്ല. ഇത്രയധികം സിനിമ ചെയ്ത MT വാസുദേവൻ നായർക്ക് സിനിമ വളരെ ഗൗരവമായ ഒരു കാര്യമാണ്, തന്റെ സിനിമ.
യാദൃശ്ചികമായിട്ട് തൃശ്ശൂരിൽ ശോഭന പരമേശ്വരൻ നായർ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളെ കാണാൻ ഒരിക്കൽ പോവുകയും അവിടെ നിന്ന് തോപ്പിൽ വാസിയൊക്കെ കൂടിയിട്ട് ഏതോ ഒരു സിനിമാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശോഭന പരമേശ്വരൻ നായർ വാസു നിന്റെ ഇന്ന കഥ നമുക്കൊരു തിരക്കഥയാക്കി സിനിമയാക്കണം എന്ന് പറയും. അപ്പൊ വാസു പറഞ്ഞു എനിക്ക് സിനിമയായിട്ടൊന്നും ബന്ധമില്ല, അത് കഥ വേണമെങ്കിൽ തൊപ്പിൽ വാസിയെ കൊണ്ട് തിരക്കഥ എഴുതി. ഇപ്പോൾ ശോഭന പരമേശ്വരൻ നായർ നിർബന്ധിക്കുകയാണ്, അത് പോരാ, താൻ തന്നെ എഴുതണം എന്ന് പറയുക. അങ്ങനെയാണ് MT സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ അതിനെ ഒരു യാദൃശ്ചികമായി നടന്ന ഒരു ഇടപെടൽ അല്ലെങ്കിൽ അതിന് ഒന്ന് കടന്നു വരൽ എന്ന് മാത്രമായിട്ടാണ് ഈ കാണുന്നത്. പിന്നീടാണ് സിനിമയുടെ എല്ലാ ലോകത്തെയും സിനിമയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിരക്കഥയുടെ ഒരു ഗസ്റ്റ് ലെക്ചറായിട്ട് കുറച്ചു കാലം ജോലി ചെയ്ത കഥ എന്നോട് പറഞ്ഞു. അതെന്തിനു പോയി എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ഏതോ മലയാളി കുട്ടികൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് അവിടുത്തെ ഡയറക്ടറോട് പറയുകയും അദ്ദേഹം വിളിച്ചതായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ലൈബ്രറിയും സിനിമ കാണാനുള്ള ലോക സിനിമ കാണാനുള്ള സൗകര്യവുമാണ് എന്നെ അവിടത്തേക്ക് ആകർഷിച്ചത്. അത് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അവിടെ പോവുകയും അവിടുത്തെ സിനിമയെക്കുറിച്ചും മറ്റുള്ള ലൈബ്രറി പൂർണ്ണമായി ഉപയോഗിക്കും, സിനിമകൾ ധാരാളം കാണാനും സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നു. സാമൂഹികമായ അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം മലയാളിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രതയുള്ള ഒരു സാംസ്കാരിക ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് MTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ കരുതുന്ന MT ധാരാളമായിട്ട് കുറെ കാലമായി എഴുതിയിട്ടില്ലെങ്കിലും MT ഏറ്റവും അവസാനം കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വേദിയിൽ നടത്തിയ എഴുതി വായിച്ച ഒരു പ്രഭാഷണം, അതാണ് അടിസ്ഥാനപരമായി MTയുടെ ഏറ്റവും ഒടുവിലത്തെ രചന എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് നമ്മൾ രചനയായിട്ട് തന്നെ കാണും. കാരണം വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെ വിലയിരുത്തുകയും സമഗ്രാധിപത്യം ഏത് രീതിയിലാണ് ഇന്ത്യയിലായാലും കേരളത്തിലായാലും പ്രവർത്തിക്കുന്നത്, അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്, അതുണ്ടാക്കുന്ന ജനാധിപത്യത്തിന് ഉണ്ടാക്കുന്ന ദോഷങ്ങൾ എന്താണെന്നൊക്കെ വിശദമായി പറയുന്നു. അതിൽ എഴുത്തുകാരൻ എടുക്കേണ്ട നിലപാട് എന്താണെന്നൊക്കെ പറയുന്ന ഒരു ടെക്സ്റ്റാണ് അദ്ദേഹം അന്ന് അവിടെ പ്രസിദ്ധീകരിച്ചത്, പ്രഭാഷണമായിട്ട് ഉപയോഗിച്ചത്. എഴുതുന്നതിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തിരുന്നതിനെ കുറിച്ച്. അപ്പൊ അങ്ങനെയാണ് MTയുടെ ജാഗ്രത. MTയെ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ MT വളരെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. മുത്തങ്ങ സമരത്തിൽ, മാറാട് കലാപത്തിൽ, നമ്മുടെ നോട്ട് നിരോധനത്തിൽ, ഇതിലെല്ലാം തനിക്ക് പറയേണ്ട ഒന്നാണ് എന്ന് ബോധ്യപ്പെട്ടാൽ കൃത്യമായി അദ്ദേഹം പറയുക. അതിന് മറ്റാരുടെയും അഭിപ്രായം എന്താണെന്ന് നോക്കുന്ന പതിവില്ല. ഈ മറ്റാരുടെയും അഭിപ്രായം നോക്കുന്നില്ല പതിവില്ല എന്ന് പറയുമ്പോൾ പുതിയ ഒരു കാലത്തെ സാഹിത്യകാരന്മാർ ചെയ്യുന്നതും MT ചെയ്തതുമായ വ്യത്യാസം ഞാൻ പറയും. MT അദ്ദേഹത്തിന്റെ ഒരു കൃതികൾ വളരെ 13-ാമത്തെ വയസ്സിൽ കഥ എഴുതി തുടങ്ങിയ ആളാണ്. ഇന്ന് വരെ അത് സുഹൃത്തുക്കളുമായി കാണിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വായിക്കാൻ കൊടുത്ത അഭിപ്രായം അറിയുകയോ ചെയ്തിട്ടില്ല. താൻ എഴുതിയത് താൻ തന്നെ പലതവണ വായിക്കുകയും അതിൽ തിരുത്തലുകൾ തിരുത്തലുകൾ വരുത്തുകയും ഉപേക്ഷിക്കുകയും ചെയ്യുക, അതിനുശേഷം പ്രസിദ്ധീകരിക്കുക എന്നല്ലാതെ ഒരിക്കൽ പോലും മറ്റൊരാളുടെ അഭിപ്രായം അറിഞ്ഞ് MT പ്രസിദ്ധീകരിക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല. അത്ര കണിശക്കാരനായിരുന്നു. അവനവന്റെ തൃപ്തി എന്ന് പറയുന്നത് എഴുത്ത്, ആ ജാഗ്രത, അതിനപ്പുറത്തേക്ക് അതിനെ പുതുക്കി പണിയണം എന്നുള്ള ഒരു തോന്നൽ MT ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ടാണ് ആധുനിക സാഹിത്യകാരന്മാരെയും ആധുനികതയും വഴികാട്ടിയായി നടക്കുമ്പോഴും തന്റെ സാഹിത്യത്തിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവണത വരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടില്ലാത്തത്. തന്റെ വഴി എന്താണെന്ന് വളരെ നിശ്ചയമായിട്ട് കൊണ്ടു നടക്കുകയും അതിനെ ഏറ്റെടുത്ത് അത് കൃത്യമായി അതിന്റെ പൂർണ്ണതയിൽ ഫൈൻ ട്യൂണിങ് നടത്തി മാത്രം ചെയ്യും. അത് അഭിപ്രായങ്ങളുടെ കാര്യത്തിലാണ്. ഞാൻ പലപ്പോഴും ചെല്ലുമ്പോഴൊക്കെ കേരള രാഷ്ട്രീയത്തിലെ പല സംഭവങ്ങളെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അതെന്താണ് അങ്ങനെ ആയിപ്പോയത് എന്ന് ആശങ്കകൾ ഉണ്ടാവുക. ഈ നേതാവ് എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്ന ആശങ്കകൾ. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ടെലിവിഷൻ കാണുകയോ അങ്ങനെ മറ്റു ഓൺലൈൻ സംഗതികൾ വാങ്ങിക്കുകയൊന്നും ചെയ്യണം. പക്ഷെ അടിസ്ഥാനപരമായി ഇതിനെയൊക്കെ നോക്കിക്കാണാനുള്ള ഒരു ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് പ്രോസസ് ഉള്ള മനുഷ്യനായതുകൊണ്ട് ഇത് കൃത്യമായി അടയാളപ്പെടുത്താനും ഇതൊക്കെ താൻ അന്വേഷിക്കേണ്ടതും കാണേണ്ടതുമാണ് പറയുകയും. സാഹിത്യത്തിൽ ഉണ്ടാവുന്ന ചലനങ്ങളെ, പൊതുചലനങ്ങളെ, ഒരുപക്ഷെ മോശപ്പെട്ട വ്യതിയാനങ്ങളെ ഒക്കെ അത് നോക്കുകയും കൃത്യമായി അതിനെക്കുറിച്ച് നിലപാടുകൾ എടുക്കുകയില്ല. എല്ലാ നിലപാടുകളും അദ്ദേഹം തുറന്നു പറയാറില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ എപ്പോഴും ചെയ്യുന്നത് അന്വേഷണങ്ങൾ വ്യക്തങ്ങളായിരുന്നില്ല, വാക്കുകൾ വ്യക്തങ്ങളായി ഉപയോഗിക്കാറില്ല. ഇതെല്ലാം അതിന്റെ ചിട്ടയോടുകൂടി നോക്കിക്കാണുന്ന ഒരു രീതിയാണ്. ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ് സാഹിത്യം എന്ന് പറയുന്നത് പോലെ തന്നെ ജീവിതത്തെക്കാൾ പ്രധാനമുള്ള ഒന്നാണ് സാഹിത്യം എന്ന് ഒക്കെ വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ ശീലങ്ങളുടെ കാര്യത്തിലും അദ്ദേഹം കൃത്യമായിട്ട് അങ്ങനെയാണ്. VD വലിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു VD വലിയുടെ ഓർമ്മ കൂടി എനിക്ക് പറയേണ്ടതുണ്ട്. MT അവസാനം അദ്ദേഹത്തിന്റെ ആ 9 സിനിമകളുടെയൊക്കെ ഒരു അവസാന കാലത്ത് 4-5 മാസം മുന്നേ അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ പോയി കണ്ട
5 മണിക്കാ 6 മണിക്കായിരുന്നു ആ ചടങ്ങ്, മമ്മൂട്ടിയൊക്കെ വരുന്ന ചടങ്ങ്. 4:05 ഞാൻ ചെന്നപ്പോ അദ്ദേഹം ഒരു ബീഡി ആവശ്യപ്പെടുകയാണ് കൊച്ചുമോൻ. കുറച്ചു കാലമായിട്ട് ബീഡി കൊടുക്കുന്നില്ല. അപ്പോ എന്റെ മുന്നിലായതുകൊണ്ട് ബീഡി കിട്ടുന്നുള്ളതുകൊണ്ടായിരിക്കാം എന്തായാലും ഒരു ബീഡി എടുക്കുമെന്ന് പറഞ്ഞു. ബീഡി ക്രൗൺ പ്ലാസ പോലത്തെ ഒരു വലിയ ഹോട്ടൽ ആയതുകൊണ്ട് അവിടെ പറഞ്ഞൊക്കെ വെച്ചിരിക്കുകയാണ്, അഥവാ ബീഡി വലിക്കുകയാണ് വയറ് കാരണം ഇത് പിടിച്ചെടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ ബീഡി ഇങ്ങനെ വലിക്കുമ്പോൾ ബീഡിയുടെ സൈഡിലൂടെയും ബീഡി കത്തിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു ബീഡി സൈഡിൽ ഒന്നും സാരമില്ല. ഞാൻ വെറുതെ ചോദിച്ചു ഈ ബീഡിക്ക് പകരം മറ്റൊരു ബീഡി തന്നാൽ മനസ്സിലാവും. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് ഗണേഷ് ബീഡിയാണ്, പക്ഷെ വേറെ ബീഡി വന്നാലും എനിക്ക് മനസ്സിലാവും. ഇത് അത്ര വലിയ ഗുണമൊന്നുമില്ല, ഇപ്പൊ പഴയ ഗണേഷ് ബീഡിയുടെ ഗുണമൊന്നും ഇതിനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടത്തോടെ വലിച്ച ബീഡി ഏതാണെന്ന് പറയാമോ, ബ്രാൻഡ് ഏതാണ്? അപ്പൊ എന്നോട് ബ്രാൻഡൊന്നും അല്ല, വർഷങ്ങൾക്ക് മുമ്പ് കവി പി കുഞ്ഞിരാമൻ നായർ സ്വന്തം വീട്ടിൽ നിന്ന് ചെറുത്തു കൊണ്ടിരുന്ന ബീഡി ഉണ്ടായിരുന്നു. അതിന്റെ അത്ര സുഖം മറ്റൊന്നിനും കിട്ടിയിട്ടില്ല. അവിടെ പോലും MT കണിശക്കാരനാണ്. ഒരു ബീഡിയുടെ പേര് പറയുകയോ അല്ലെങ്കിൽ ആ ചോദ്യത്തെ അവോയ്ഡ് ചെയ്യുകയോ ചെയ്യാം. പക്ഷെ MT അതല്ല ചെയ്തത്. പി കുഞ്ഞിരാമൻ നായരെ പോലൊരു കവി അദ്ദേഹത്തിന് സ്വയം ചെറുത്ത് കൊണ്ട് കൊടുത്തിരുന്ന ബീഡി ഓർമ്മിക്കുകയാണ്. ഈ ശ്രദ്ധ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത് ഓർമ്മിപ്പിച്ചത്. അദ്ദേഹത്തോട് ആത്മകഥയെക്കുറിച്ച് പലപ്പോഴും ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാറുണ്ട്, ഞാൻ എഴുതിയതിലെല്ലാം എന്റെ ജീവിതത്തിന്റെ എന്റെ ആത്മാംശമുണ്ട്, അങ്ങനെ അല്ലാതെ ഒന്നും തന്നെ ഞാൻ എഴുതിയിട്ടില്ല. ലോകത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതെല്ലാം അതിലെവിടെയൊക്കെയോ ഉണ്ട്. ഒരുപാട് അസ്വസ്ഥതകൾ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊക്കെ തന്റെ കഥാപാത്രങ്ങളിലൂടെ, ആ കഥാസന്ദർഭങ്ങളിലൂടെ അദ്ദേഹം ഒപ്പിയെടുത്ത് മലയാളിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് മലയാളിയുടെ സാംസ്കാരികവും വൈയക്തികവുമായ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം തലമുറകൾക്ക് ഇപ്പോഴും, ഏറ്റവും പുതിയ തലമുറയിലെ ആളുകൾ പോലും ആ സാഹിത്യത്തിലേക്ക് പോകുമ്പോൾ അതിലും അവർക്ക് ചേരുന്ന അല്ലെങ്കിൽ അവരോട് സംവദിക്കുന്ന എന്തെല്ലാമോ ചിലത് കണ്ടെത്താൻ കഴിയും. അപ്പൊ അതാണ് സാഹിത്യത്തിനെ കാലാനുസൃതമാക്കുക എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായ ഒരു മലയാളി സ്വത്വത്തെ ഉൾക്കൊള്ളുകയും ആ മലയാളി സ്വത്വത്തിന്റെ വേദനകള്, അസ്വസ്ഥതകള്, ജീവിതാനുഭവങ്ങള്, അവസ്ഥകള് തന്റെ കൃതികളിലൂടെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു എന്നുമാണ് MTയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം. മരണത്തെ അദ്ദേഹം കണ്ടത്, മരണത്തെക്കുറിച്ച് ഏറ്റവും അവസാനം 2024 ജനുവരിയിൽ കോഴിക്കോട് വെച്ചിരുന്ന കേരള സാഹിത്യോത്സവത്തിൽ ഞാനും MTയുമായിട്ടൊരു അഭിമുഖം ഉണ്ടായി. അതും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. കാരണം അതിന് തൊട്ട് മുമ്പ് മലയാള മനോരമയുടെ ഒരു എറണാകുളത്തെ ഫംഗ്ഷനിൽ MTയും മമ്മൂട്ടിയും മോഹൻലാലും കൂടി ഒരു അഭിമുഖം പ്ലാൻ ചെയ്യുകയും MT നിർഭാഗ്യവശാൽ അന്നൊന്നും സംസാരിച്ചില്ല. മമ്മൂട്ടി മോഹൻലാലും സിദ്ദിഖ് കൂടി അതിനെ സംസാരിച്ച് കൊണ്ടുപോവുക ചെയ്തത്. MT ഒന്നും സംസാരിച്ചു. 1 മണിക്കൂർ വെറുതെ ഇരിക്കുക. അവസാനം ഒരു വാക്കെന്ത് പറഞ്ഞു, കാലത്തിന്. എനിക്ക് പേടിയുണ്ടായിരുന്നു ഇതുപോലെ വേദിയിൽ അദ്ദേഹം ഇതുപോലെ നിശബ്ദനാവുമോ. ഞാൻ പോയി ദിവസം ചോദിച്ചു, വല്ല നിശബ്ദ വിപ്ലവം നടത്തുമോ, ഞാൻ പെട്ടുപോകും. ഇല്ലില്ല, നമുക്ക് സംസാരിക്കാം, എന്തെങ്കിലും തയ്യാറെടുപ്പ് വേണ്ടാന്ന് എനിക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചു. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളെ സംഭാഷണം. അതിൽ ഞാൻ മരണത്തെക്കുറിച്ച് ചോദിക്കാൻ ഞാൻ അവസാനം ധൈര്യം കാണിച്ചു. 91 വയസ്സായല്ലോ. അപ്പോ അദ്ദേഹം പറഞ്ഞത്, അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ, മരണത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അപ്പൊ അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുഹൂർത്തം നമ്മുടെ മുന്നിൽ വരും. അതിനുവേണ്ടി നമ്മൾ തയ്യാറായിരിക്കണം എന്നാണ് എനിക്ക് അത് പറയുന്നത്. പിന്നെ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യം കൂടി, ധ്യാന അത്തിലിനെ എനിക്ക് ഓർമ്മയുണ്ട്. ധ്യാന അത്തിൽ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരിയും എഡിറ്ററും ഒക്കെയാണ്. വളരെ അപൂർവം പേർക്ക് അറിയുള്ളൂ, എനിക്ക് അവരെ അറിയാമായിരുന്നു, പുസ്തകങ്ങൾ ഞാൻ കണ്ടു. അപ്പൊ ധ്യാന അത്തിൽ 100-ാം വയസ്സായി. പക്ഷെ 95-ാമത്തെ വയസ്സിൽ അവരെഴുതിയ ആത്മകഥയാണ് ഞാൻ വായിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി, ഇത് എന്നോട് 2016 അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അന്ന് മരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഈ ഉത്തരം വന്നത്. അപ്പൊ ധ്യാന അത്തിൽ 100 വയസ്സായി, 96-ാം വയസ്സിൽ അവർക്ക് പുസ്തകം എഴുതാൻ കഴിഞ്ഞു, അവരുടെ ആത്മകഥ ഞാൻ വായിച്ചു. അപ്പൊ മരണം വരെ എഴുതാനും വായിക്കാനും കഴിയണമെന്ന ആഗ്രഹമാണ് ഇതിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. അത് അതിന്റെ പൂർണ്ണതയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അവസാന കാലത്ത് വായിക്കാൻ കഴിയാതെ പോയി, എഴുതാൻ തീരെ കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തിന് ക്ലേശങ്ങളുണ്ടായി. അതിലുപരിയായിട്ട് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിൽ ധാരാളം എഴുതാനുള്ള കാര്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. ചിലതൊക്കെ പൂർത്തിയാക്കുകയും മനസ്സിൽ പൂർത്തിയാക്കുകയും. നോവൽ, ഒരു കർഷക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട നാടിന്റെ കൂടല്ലൂരിന്റെ ഒരു കഥ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ചില കഥകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ കടന്നുപോയത് എന്നാൽ എഴുത്തിലേക്ക് ഒരിക്കലും എഴുതാതെ പോയ ചില സംഭവങ്ങളുണ്ട്, അതൊരിക്കൽ നമുക്ക് പറഞ്ഞു കിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന് തയ്യാറാവുക. 1-2 അനുഭവങ്ങൾ എന്നോടൊന്ന് പറയും. പിന്നീട് അത് കോവിഡ് വന്നത് കാരണം അപ്പോഴേക്ക് അദ്ദേഹത്തിന് പല ശാരീരിക പ്രയാസങ്ങളും വന്നിട്ടുണ്ട്. ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കാതെ അദ്ദേഹം ഒന്നിനും ഒരു എഴുതാനോ പറയാനോ ഇല്ല. അതുകൊണ്ട് അത് നടക്കാതെ പോയി.
അദ്ദേഹം മരിക്കുമ്പോൾ ഏറെ വേദനയോടെയുള്ള ഒരു കാര്യം, 92-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോഴും ആ മനസ്സ് ശൂന്യമായിരുന്നില്ല. ആ മനസ്സിൽ എന്തെല്ലാമോ എഴുതാനുള്ള വെമ്പലുണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ ഈ സർഗാത്മകതയുടെ അസ്വസ്ഥതയോടുകൂടി തന്നെയാണ് MT വാസുദേവൻ നായർ നമ്മളിൽ നിന്ന് മറഞ്ഞു പോയിട്ടുള്ളത്. MT കേരളത്തിന്റെ മുന്നിൽ ഒരു സാംസ്കാരിക ജാഗ്രതയായിരുന്നു. MT എന്ത് പറയുന്നു, MT ഏതിലാണ് ഇടപെടുന്നത് എന്ന് കേരളത്തിലെ യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളുമില്ലാതെ മലയാളി മുഴുവൻ ശ്രദ്ധയോടെ കേട്ടിരുന്നു. നമ്മുടെ അധികാരി വർഗം MTയെ ഭയന്നിരുന്നു. MT അതിൽ എന്ത് നിലപാടെടുക്കുന്നത് അവരെ ആശങ്കപ്പെടുത്തിയിരുന്നു. അത്തരത്തിലുള്ള വലിയൊരു ജാഗ്രത പുലർത്തിയ ഒരു സാംസ്കാരിക നായകനാണ് MT. MT എന്ന് പറയുന്നത് സാഹിത്യത്തിന്റെ എഴുത്തുകാരന്റെ അന്തസ്സ് വെച്ച് പുലർത്തിയ ഒരു എഴുത്തുകാരനാണ്. അങ്ങനെയൊക്കെ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രയാസം. ഐക്കോണിക് ആയിട്ട് അദ്ദേഹത്തിന്റെ സാഹിത്യം ലോകത്തിന്റെ മുന്നിലെ മറ്റു മൗലിക സാഹിത്യമായി ചേർത്ത് നിൽക്കുമ്പോൾ ഒരുപക്ഷെ അത്ര മികവുള്ളതാണോ എന്ന് അദ്ദേഹം പോലും അവകാശപ്പെട്ടില്ലെങ്കിലും ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ MT കാണിച്ച അന്തസ്സ് അസാധാരണമായൊരു മാതൃകയായിരുന്നു. നമ്മളെപ്പോഴും അദ്ദേഹത്തെ കണ്ട് ഞാൻ തിരിയുമ്പോഴൊക്കെ അദ്ദേഹം പുറത്തു തട്ടി അവസാനം പറയുന്ന ഒരു വാചകം നമുക്ക് കാണാം എന്നാണ്. പിന്നെയും കാണലിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഓരോ തവണ ആ സന്ദർശനങ്ങളും നമ്മൾ വിട്ടുപോകുന്നത്. അപ്പോ ഇനി ആ നമുക്ക് കാണാം എന്ന വാക്കില്ല എന്ന യാഥാർത്ഥ്യത്തോടെ പൊരുത്തപ്പെടാനുള്ള ശ്രമത്തിലാണ് MT വാസുദേവൻ നായർ എന്ന ഒരു വലിയ മനുഷ്യനുമായി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒരിടം നേടാൻ കഴിഞ്ഞ സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്നെ വേദനിപ്പിക്കുന്ന ഒരു ഓർമ്മ അതിനില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തെ കുറെ കൂടി വിശാലവും സമഗ്രവുമായ രീതിയിൽ പഠിക്കുകയും അക്കാഡമികമായി തന്നെ അദ്ദേഹത്തെ മനസ്സിലാക്കുകയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച സാഹിത്യത്തിന്റെ പ്രമേയങ്ങൾ ഒക്കെ നമ്മൾ ഇനിയും അങ്ങോട്ട് ചെയ്യേണ്ടത് ആയിട്ടുണ്ട്. അതിനുള്ള സമയമായിട്ടില്ല. കാരണം അദ്ദേഹം നമ്മുടെ മനസ്സിലൊക്കെ ഒരു വേദനയായിട്ട് നിലനിൽക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായ ഒരു വേദനയാണ് അത്. അതിങ്ങനെ പങ്കുവയ്ക്കാൻ ഒരു അവസരം തന്ന അലയുടെ എല്ലാ സംഘാടകരോടും സ്നേഹം ഞാൻ അറിയിക്കുന്നു.